ആർഎസ്പിയുടെ പരിപാടിയിൽ നിന്ന് ബിന്ദു കൃഷ്ണ ഇറങ്ങിപ്പോയി. എൻ.കെ. പ്രേമചന്ദ്രന്റെ ഏകദിന ഉപവാസ പരിപാടിയിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോക്ക് ഇരിപ്പിടം കിട്ടാത്തതിനാൽ. രാജ്കുമാർ കൊല്ലത്തുനിന്ന്. രാജ്കുമാർ, എന്തായിരുന്നു സംഭവിച്ചത്? ഇന്ന് രാവിലെ തന്നെ ബിന്ദുകൃഷ്ണ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എൻ.കെ. പ്രേമചന്ദ്രന്റെ ഉപവാസ സമരത്തിന് എത്തിയിരുന്നു. അവിടെ സ്വാഗതം പറയുന്നതിന് മുമ്പ് തന്നെ അവരവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ ഇരിപ്പിടം അവർക്ക് മാന്യമായ അവിടെ ഒരു സ്ഥാനം നൽകിയില്ല എന്നുള്ള ഒരു പ്രതിഷേധത്തിൽ ബിന്ദുകൃഷ്ണ ഒരു മഹിളാ കോൺഗ്രസ് നേതാവിന്റെ സ്കൂട്ടറിൽ കയറി അവിടെ നിന്ന് പോവുകയായിരുന്നു. ഇവർ കൊല്ലം പ്രസ് ക്ലബിൽ 12 മണിക്കാണ് വാർത്താ സമ്മേളനം ബിന്ദുകൃഷ്ണ വിളിച്ചിരുന്നത്. എന്നാൽ ഇവർ ഇവിടെ നിന്ന് 11:30 മുമ്പ് തന്നെ ഇവിടുന്ന് പോവുകയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി ആയിരുന്നു ഉപവാസ പന്തലിൽ സമരം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഉമ്മൻചാണ്ടി വന്നതിന് ശേഷം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് മുഴുവനും മാധ്യമപ്രവർത്തകർ ബിന്ദുകൃഷ്ണയുടെ വാർത്താ സമ്മേളനത്തിൽ പോവുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും ഒരു കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിന്, അതും ഒരു മഹിളാ നേതാവിന് UDFന്റെ സമരപ്പന്തലിൽ ഇരിക്കാൻ ഇടം രണ്ടാമത്തെ വിഷയം കെ കരുണാകരൻ പിള്ള, കോൺഗ്രസ് നേതാവായിരുന്ന മുൻ NGO അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന കെ കരുണാകരൻ പിള്ളയുടെ നിര്യാണത്തിന് ശേഷം UDF ചെയർമാൻ സ്ഥാനം ആരോടും ചോദിക്കാതെ KC രാജൻ എന്ന കോൺഗ്രസ് മുതിർന്ന നേതാവ് സ്വയം ആ സ്ഥാനം ഏറ്റെടുത്തു എന്നുള്ളതാണ് ബിന്ദുകൃഷ്ണയുടെ മറ്റൊരു പ്രതിഷേധം. എന്തായാലും ഉമ്മൻചാണ്ടിയുമായും അത്ര രസത്തിലല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിന്ദുകൃഷ്ണ ഈ സമരപ്പന്തിൽ നിന്ന് പ്രതിഷേധ സൂചകമായി ഇന്ന് രാവിലെ ഇറങ്ങിപ്പോയത്. അവർ ഇന്ന് ജില്ലയിൽ തന്നെ ഉണ്ടെങ്കിലും ഇനി ഇങ്ങോട്ട് വരില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. കരുനാഗപ്പള്ളിയിലെ കോൺഗ്രസിന്റെ മറ്റു പരിപാടികൾ പങ്കെടുക്കാനാണ് ബിന്ദുകൃഷ്ണ ഇപ്പോൾ പോയിട്ടുള്ളത്. ആർഎസ്പിയുടെ പരിപാടിയിൽ നിന്ന് ബിന്ദുകൃഷ്ണ ഇറങ്ങിപ്പോയി.